ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലുള്ള നൂഡിൽസ് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ട നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം പിന്നെ നമുക്കിതിലോട്ട് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് ചേർത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു 5-6 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്യാനുള്ള സമയം. അപ്പോൾ നമ്മൾ നൂഡിൽസ് വാങ്ങിയ ആ പാക്കറ്റിൽ തന്നെ ഉണ്ടാവും ഇതിൻ്റെ ടൈം. അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകുന്ന രീതിയിലും വേവിച്ചെടുക്കരുത്. അപ്പോൾ ഇതാ നമ്മുടെ നൂഡിൽസ് ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ ഒരു വെള്ളത്തിൽ നിന്നൊക്കെ ഊറ്റിയിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. എന്നിട്ട് കുറച്ച് വീതിയുള്ള പാത്രത്തിലിട്ടിട്ട് ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം. ഇനി നമുക്കിത് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിപ്പമുള്ള പാത്രം തന്നെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 4-5 അല്ലി വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാള. ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുരുമുളകും ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം പിന്നെ ഇതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ വേവിച്ചെടുക്കാം. ഫ്രൈ ചെയ്തിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് മുട്ടയാണ്. മുട്ട ഇങ്ങനെ ചിക്കിയിട്ട് ചിക്കിയെടുത്തതാണ്. എന്നിട്ട് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം. സോയ സോസും ടൊമാറ്റോ സോസും ചില്ലി സോസുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നൂഡിൽസ് ഉടഞ്ഞു പോവാതെ 2 സ്പൂണൊക്കെ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2-3 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.